കുറച്ച് ദിവസത്തിന് ശേഷം ആദ്യം വ്ളോഗായിട്ട് വരികയാണ്. ഇനി ലാസ്റ്റ് ദിവസങ്ങളിൽ അത്ര വലിയ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വ്ളോഗ് ചെയ്യാഞ്ഞത്. ഇന്ന് ഞങ്ങൾ ചെറിയൊരു വയനാട് ട്രിപ്പിന് പോവാണ്. അപ്പൊ ഈ ഒരു വയനാട് ട്രിപ്പിന്റെ വിശേഷങ്ങളായിട്ട് കാണാം. ഭയങ്കര എക്സൈറ്റഡ് ആണ് വയനാട്ടിൽ പോവാന്. ഞങ്ങള് ആക്ച്വലി താമരശ്ശേരിക്കാരായോണ്ട് ഞങ്ങൾക്ക് വയനാട് ഒരു 1 hour ജേർണി മാത്രമേ ഉള്ളൂ. ഇപ്പൊ വൈകുന്നേരം കുറച്ച് ലേറ്റ് ആയി. ഞങ്ങളൊരു 4:30ക്കാണ് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആരോഹിത വയനാട് ചുരം കയറാണ്. ഇവിടെ നമ്മൾ 4ാം വളവിലെത്തിയാൽ നമുക്ക് ഒരുപാട് ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ 4ാം വളവ് നമ്മളൊരു മെയിൻ സ്പോട്ടാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് ചായ കുടിക്കുക. അധികം ചിലപ്പോൾ ഹസ്ബൻഡും ഞാനും ഒക്കെ രാത്രി ചില സമയത്ത് വരാറുണ്ട്. ചായ കുടിക്കാൻ വേണ്ടി മാത്രം വരാറുണ്ട് ഈ ഒരു ഏരിയയിൽ. ആരോഹിത അനുവിൻ്റെ കൂടെ വണ്ടികളൊക്കെ കാണാൻ വേണ്ടി പോയതാണ്. പെരുങ്കള്ളൻ എന്നൊക്കെ പറഞ്ഞ അപ്പൊ വയനാടിന്റെ ഏറ്റവും ടോപ്പ് ചുരത്തിന്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇന്ന് അത്യാവശ്യം കുരങ്ങന്മാരൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇത് നോമ്പ് തുറക്കുന്ന ഈ സമയമായതുകൊണ്ട് ആൾക്കാർ കുറച്ച് കുറവാണ്. ഇതിപ്പോ ഓഫ് സീസൺ ആയതുകൊണ്ട് വലിയ വണ്ടികളൊന്നും ഇല്ല. കുരങ്ങന്മാരൊന്നുമില്ല. അതെ, ഓല് ഫുഡ് കിട്ടിയാലേ വരുള്ളൂ. അപ്പൊ നമ്മളിതാ വയനാടിന്റെ കവാടമാണ് ഈ കാണുന്നത്. അപ്പൊ നമ്മൾ എത്തിയിരിക്കാണ്. ഇവിടുത്തെ മനുഷ്യന്മാര് കണ്ടുപിടിച്ചിരിക്കുന്നല്ലേ, നമുക്ക് ഒരു മനുഷ്യൻ ആകാശത്ത് കൂടെ വണ്ടി ഓടിച്ചു പോന്ന ഇങ്ങനെ കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ് ഇതിലൊന്നും കിട്ടുന്നില്ല. എത്തിടും ഒറ്റ വിടലോടുമ്പോ റോക്കറ്റ് അങ്ങനെ പോയിരുന്ന അതിന് ഒരു പെണ്ണ് വെച്ചു നെഗറ്റീവ് തന്നെ. എന്ത് സംഭവിക്കാം, എന്ത് സംഭവിക്കാം. ബങ്കി ജമ്പ് ഉണ്ടായാലും അത് ഒഴിവാക്കിയല്ലോ ഇവിടെ. ബഞ്ചി ജമ്പ്, ബങ്കി ബഞ്ചി ജമ്പല്ലേ, ബഞ്ചമ്പല്ല ബങ്കി ജമ്പ്. ബങ്കി ജമ്പിലടാ കുത്തനെ തൂക്കിട്ടിട്ട് ചാടുന്നു. ഹായ്, the whole problem of the thing of the country of the America is water. That is a question. നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാല് നമ്മള് വയനാട്ടിൽ എവിടെയോ ചിക്കേട്ടനൊരു സ്ഥലം പറഞ്ഞു. അപ്പൊ നമുക്കത് അറിയില്ല. അപ്പൊ നമ്മളെ സ്ഥലത്തിന് വേറെ സ്ഥലം വെച്ചു ചിക്കേട്ടൻ വേറെ സ്ഥലം. സർപ്രൈസ് ആണ്. ചിക്കേട്ടൻ എന്താ ചിക്കേട്ടനൊരു വേറൊരു ജീവിതം ചിക്കേട്ടൻ ജീവിക്കുന്നത്. വേറൊരു ഇതാണ്. വളരെ സർപ്രൈസിങ് ആണ് ഈ ജീവിതം. ഇന്ന് പോവാ പറയുന്നു, നമ്മൾ പോകുന്നു. പകുതിത്തം പറയുന്നു, പോകുന്നില്ല. അങ്ങനെയൊക്കെ വളരെ ഇതാണ്. അപ്പൊ എന്താണ്, അതാണ് മൂപ്പര്. ലിവ് ഇൻ ദ മൂമെന്റ്. കാട്ടാക്കട അയാളെ ചെറിയ സാമ്യമുണ്ട്. അയാളെ ഒരു പുച്ഛമുണ്ട്. ഓൾവേസ് ഒരു പുച്ഛാണ് മൊത്തം. നമുക്ക് ഇപ്പൊ കാണാൻ പുച്ഛം കണ്ട അത് പുച്ഛാണ്. നാണോ? അത് പുച്ഛ. എല്ലാരോടും പുച്ഛോ, പോലീസുകാരോട് പുച്ഛോ, എല്ലാരും റോഡ് പോകുന്ന എല്ലാരോടും പുച്ഛ. വണ്ടിയൊക്കെ പുച്ഛാണ്. എല്ലാരും ഇപ്പം പ്രധാനമന്ത്രി വന്ന് നിന്ന് പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ചിക്കാണ്ട് പുച്ഛായിക്കും. മിസ്റ്റർ പോഞ്ഞിക്കാരല്ലേ, മൂപ്പർക്ക് ഒരു പുച്ഛണ്ടായ സിനിമ. അതുപോലെ ചിക്കൻ എന്തൊരു പുച്ഛാണ്. കാരണം ചിക്കന്റെ മനസ്സിലെന്താ, ചിക്കനെ ഓരോന്നും തരുന്നില്ലല്ലോ തിന്നാന്. ഓരോടൊക്കെ പുച്ഛം, എല്ലാവരും പുച്ഛാണ്. പുച്ഛിച്ച ചിക്കടങ്ങ് പുച്ഛിക്കാനുള്ള എല്ലാ അവകാശം ഉണ്ട് കേട്ടോ. നിങ്ങൾ പുച്ഛിക്കണം, നിങ്ങൾ പുച്ഛിക്കരുത് കേട്ടോ. ഓക്കെ, ജിമ്മന്മാരാ നിങ്ങളെ വിചാരോ? വല്ലാത്തൊരു കഥ മക്കളെ. പട്ടി മുട്ട കൊണ്ടുപോകുന്നവരൊക്കെ ജിമ്മന്മാര്. ഞാനില്ലേ വീട്ടില് ഒരു 20 മുട്ട വാങ്ങി വെച്ചിരിക്കും. നിങ്ങളെ ജിമ്മ ഡെയിലി ഇപ്പം ഞാൻ ജിമ്മ് പോകുന്നില്ലെങ്കിലും മുട്ട കഴിച്ച പ്രോട്ടീൻ അല്ലേ. അതെ അതുകൊണ്ട് പിന്നെ അമൃതേശിയാണെങ്കിൽ ഒരു റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഫുൾ ഡയറ്റിംഗ് ആണ്. അതെ, ഇന്ന് രാത്രി നമ്മൾ മന്തി കഴിക്കാം. ഞാൻ മന്തിയില് ചിക്കൻ മാത്രം കഴിക്കും, റൈസ് കഴിക്കില്ല. അല്ല, മന്തി മാത്രല്ല, ചിക്കൻ സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയോ ചെയ്ത് ഒരാളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനത്തെ ഒരു ഫുഡ് വാങ്ങൂല. ഇന്ന് അവരെന്താണോ നിങ്ങൾ എന്ത് കഴിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ പ്രോട്ടീൻ മാത്രമേ കഴിക്കുള്ളൂ. ഞാൻ തീരുമാനം എടുത്തു. നിങ്ങളെ എന്താ പറയാ, നിങ്ങളെ വിൽ പവർ എത്ര നിന്ന് അറിയൂ. എന്നാൽ ചിക്കട്ടെ ഫുൾ എന്താ പറയുക, ഒരു സെക്ഷൻ ഫുള്ള് ഡെസേർട്സ്, അവിടെ ഫുള്ള് മന്തി, അങ്ങനത്തെ എല്ലാം എന്ത്
എന്ത് വേണം വീട്ടില് മോളെ അന്ന് ഡയറി മിൽക്ക് 2 പാക്കറ്റ് മിൽക്കി ബാറിന്റെ ഞാൻ തൊട്ടിക്കോ ഇല്ല. ആ നോമ്പ് തുറ ഓല് എല്ലാ ദിവസവും എണ്ണക്കടി മറ്റേ മറിച്ചൊക്കെ കൊണ്ടുവരും, ഞാനൊന്നും കഴിക്കില്ല. ാണിപ്പോ നമ്മള് വയനാട്ടില് വീടുകൾ അവിടെയൊക്കെ കൺസ്ട്രക്ഷൻ വരികയാണ്. അന്ന് ഉരുൾപൊട്ടലില് വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയുള്ള കൺസ്ട്രക്ഷൻ ഇവിടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കൽ പോലും അബിയേട്ടൻ മാമാന്ന് പറഞ്ഞിട്ടില്ല. അബിയേട്ടൻ എന്താ വെച്ചാൽ എന്നെ ആന്റിന്ന് വിളിക്കുമ്പോ ഞാൻ ട്രിഗർ ആയിട്ടാണ് നിങ്ങളെ ഞാൻ വല്യമ്മന്നൊക്കെ പറയണതേ. ആരോഹിന്റെ പേര് വിളിച്ചോട്ടെ, ആരോന്ന് വിളിക്കട്ടെ. നിങ്ങൾ ആന്റി ഇടയ്ക്ക് കൂട്ടി പറഞ്ഞില്ല ആരോഹിനെ വിളിക്കോള് പ്രായമാവട്ടെ വിളിക്കട്ടെ. എന്റെ സ്ഥാനം എന്ത് സ്ഥാനം? ആന്റിന്റെ സ്ഥാനാണോ? എന്തൊരു കഷ്ടാണോ. ഞാൻ തീരെ സമ്മതിക്കില്ല. ഹലോ, ഇന്നലെ ആക്ച്വലി രാത്രി എത്തി, അങ്ങനെ വ്ളോഗൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇന്നെന്തായാലും നമ്മൾ ഫുള്ള് ഈ പ്ലേസ് ഒന്ന് മൊത്തത്തിൽ കാണിച്ചു തരാം. നല്ല പൂളൊക്കെ ഉള്ള സെറ്റപ്പാണ്. ഇതാ അരേക്കുട്ടി ഇവിടെ ഇഴഞ്ഞ് നടക്കുക. ഇവിടെ നോക്കി എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയി തോന്നിയ നല്ലൊരു മരം, അവക്കാഡോൻ്റെ. എന്ത് രസമാണ് കാണാനല്ലേ. ഇതൊക്കെ ഈ വയനാട്ടിൻ്റെ മാത്രം പ്രത്യേകതകളാണ്. ഇപ്പം നല്ലൊരു വെളിച്ചമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇങ്ങോട്ട് ഇതൊരു നല്ലൊരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസാണ് കേട്ടോ. ഫുള്ള് ചുറ്റും നല്ലൊരു പ്രൈവസി ഉണ്ട്. ഒരാളിതാ പൂളിൽ കാലിട്ട് ഇരിക്കുന്നുണ്ട്. എന്താവും ആർക്കറിയാം. വലിയ തണുപ്പൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. ആരോ ഈ നോക്കിയിരിക്കുന്നുണ്ട്. പൂളിൻ്റെ അടുത്തേക്ക് പോകണം എന്നാണ് പ്ലാന്. ഇതാ ആരോഹി വെള്ളത്തിൽ കാലിടാൻ പോവുകയാണ്. പേടിയുണ്ട്, അങ്ങനെ വെള്ളത്തിൽ കാലിട്ടില്ല. കടലൊക്കെ ഓക്ക് പേടിയാ. ആരോഹി വെള്ളം വെള്ളം. ഓ ഹായ്. ആളിതവിടെ പിടിച്ച് വിരിച്ച് വിരിച്ച് നടക്കുന്നുണ്ട്. പൂളിൻ്റെ സൈഡിൽ കൂടിയൊക്കെ നടക്കുകയാണ്. ഇഷ്ടമായി ഉണ്ടെന്ന് തോന്നുന്നു സംഭവം. വെള്ളം 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 ഇടേ വെള്ളം. ഇതാ ഹായ്. ഇവിടെ 2 ആൾക്കാരുണ്ട്. 2 ആൾക്കും അലർജിക്കാരാണ് 2 ആളും. തുമ്മല് 2 ആൾക്കും തുമ്മല്. വയനാട്ടിൽ വന്ന് തണുപ്പൊക്കെ ആയിട്ട് തുമ്മലാണ് 2 ആളെ മെയിൻ പരിപാടി. മാമൻ എങ്ങനെയാ ഹച്ചി? അഭിമാമൻ എങ്ങനെയാ ഹച്ചിടാ? ഹച്ചി എങ്ങനെയാ? ആ പോളിൻസ് ഇതിന്റെ. ഹായ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാണ്. ബാക്കി വിശേഷങ്ങൾ എന്നിട്ട് കാണാം. നമ്മളിതാ ഒരു തൂക്കുപാലത്തിന്റെ മുകളിൽ നടക്കാം. പേടിയുണ്ട്. അബി ഇതാ ആരോഹിനെ കൊണ്ട് നടക്കുന്നുണ്ട്. ഇതാ അവിടെ ഒരാള് സംഭവം ഫുള്ള് ഇളക്കി കളിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അവരുടെ തന്നെ വേറൊരു പ്രോപ്പർട്ടിയിലാണുള്ളത്. ഇറ്റ്സ് ഫാർ ഫാർ ബെറ്റർ അതിനേക്കാളും. ബിക്കോസ് ദർ ഇസ് ലോട്ട് ഓഫ് തിങ്സ് ലൈക്ക് ലുക്ക്. ഹായ്. ഒറ്റടി കാണിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഒരുപാട് സാധനങ്ങളുണ്ട്. ഡേ ബൈ ഓരോന്നായിട്ട് കാണിച്ചിട്ടാണ് ഞങ്ങൾക്ക് സമയമല്ല. വി ആർ വെരി ബിസി യുനോ. അപ്പം എവിടെ കാണുന്നുണ്ടോ നിങ്ങൾ? ഇതാണ് അബിയേട്ടൻ ആൻഡ് ദിസ് ഇസ് ചിക്കു. നമ്മളിപ്പം ഇതാണ് റിസോർട്ട് വരുന്നത്. റിസോർട്ട് എന്ന് പറയാൻ പറ്റത്തില്ല, ഇവിടെയാണ് സ്റ്റേ. ഇവിടെ ഒരു സ്റ്റേ. ഓ മൈ ഗോഡ്. ഇവിടെയും വരും. നമുക്ക് പൂള് വരുന്നത്, ഈ നിയമങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം. അതാണ് പൂളിൽ പാലിക്കേണ്ട നിയമങ്ങൾ. എന്താണ് പൂള് വരുന്നത്? അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പൂളാണ്. ഇതാണ് ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള സെറ്റപ്പ്. ഓ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ്. ഇറ്റ്സ് റിയലി നൈസ്. ഇവിടെ ഒരു ഇതും വരുന്നുണ്ട് കേട്ടോ. മെയിൻ ഒരു ഷട്ടിലൊക്കെ കളിക്കാൻ ഒരു ഇതും വരുന്നുണ്ട്. ഇവർക്ക് വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ അവിടെ നിന്നല്ല സ്റ്റേ ചെയ്തത്. ആൻഡ് ദെൻ നമ്മൾ ഇവിടെയും വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാ. നമ്മളിത് ക്രോസ് ചെയ്ത് വരുന്നത് ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ. ആൻഡ് ദ ബ്രിഡ്ജ് വാസ് റിയലി നൈസ്. കാരണം എന്താ അതിങ്ങനെ ഭയങ്കര വെറൈറ്റി. കാണിച്ചു തരാം. ഇവിടെ കുറേ സംഭവം ഉണ്ട് കേട്ടോ. അതാ ഇവിടെ നമുക്കിങ്ങനെ ഇരിക്കാം. ഒരു ഊഞ്ഞാലുണ്ട്.
ലുക്ക്, വേറെ ഊഞ്ഞാലുണ്ട്, അതിൽ അമൃതാമനയെ താടുകയാണ്. ഓ മൈ ഗോഡ്. പിന്നെ അങ്ങോട്ട് നോക്കൂ, ആണ് ഫോട്ടോഷൂട്ട്. ചിക്കു ആൻഡ് അബിയറിനാണ് ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ. തൂക്കുപാലം നല്ല രസമുണ്ട്. നമ്മൾ അബിയറിനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നേരം. അടിപൊളിയാണ്. നൈസ് ഒരു തൂക്കുപാലാണിത്. അങ്ങനെ ഇതാ നമ്മളിതാ ചുരത്തിൽ കറക്റ്റ് ഒരു ബ്ലോക്ക് കുടുങ്ങിയിരിക്കുകയാണ്. കണ്ടറിയാതൊരു KSRTC. ഈ വണ്ടിക്കാരൻ പേടിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. ഏകദേശം കാലിയായിട്ട് രക്ഷപ്പെട്ട്, എന്തായാലും ഈ ബ്ലോക്ക് നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മള് 1 ഡേ വയനാട് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് കാണാം. ഓക്കെ ഗായ്സ്, ഞങ്ങൾ ചുരം ഇറങ്ങുകയാണ്. ആരോഗ്യത്തിലായ ചുരം നോക്കിയിരിക്കുകയാണ്. ഇനി അടുത്ത വിശേഷമായിട്ട് മറ്റൊരു ദിവസം കാണാം.